ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മുടെ കടലമാവിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെന്താട്ട് കറിവേപ്പില ഇല്ല ആ കറിവേപ്പില ഇടുകയാണെന്ന് വെച്ചാൽ ഏറ്റവും ഉത്തമം, നല്ല മണമായിരിക്കും കേട്ടോ. ഇതൊക്കെ കൂടി ഇട്ട് ഉള്ളി അരിഞ്ഞ് പച്ചമുളകൊക്കെ നല്ലപോലെ കൈകൊണ്ട് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം കടലമാവും ഉപ്പും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് കടലമാവേ ഇട്ടിട്ടുള്ളൂ. നമുക്ക് ഉള്ളിപ്പൊക്കെ അവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി മിക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ അതാ എണ്ണ ചൂടായിട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഉള്ളിപ്പൊക്കെ ഇവിടെ എല്ലാം മറിച്ചിട്ട് കൊടുത്തു. അതിങ്ങനെ ആയോണ്ടിരിക്കുകയാണ് കേട്ടോ. ഉള്ളിപ്പൊക്കെ അവിടെ റെഡിയായി. ഇതാ ചായ അടുപ്പത്ത് വെച്ചിരിക്കുക. കട്ടൻ ചായയാണ് കേട്ടോ.